ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസംബർ 18 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് ബബ്ബബ്ബ അഥവാ ഭയം ഭക്തി ബഹുമാനം. ഗോകുലം മൂവീസിന്റെ പാനൽ ഗോകുലം ഗോപുരം നിർമ്മിച്ച് നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ദിലീപ്, മോഹൻലാൽ, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ബൈജു, സാണ്ടി മാസ്റ്റർ, സിദ്ധാർത്ഥ ഭരതൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. സിനിമ ആദ്യ ദിവസം കേരളത്തിൽ 7,20,00,000 രൂപയും വേൾഡ് വൈഡ് കളക്ഷനായി 14,82,00,000 രൂപയുമാണ് കളക്ട് ചെയ്യുന്നത്. രണ്ടാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 3,55,00,000 രൂപയാണ് ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിട്ടുള്ളത്. അങ്ങനെ 2 ദിവസം കൊണ്ട് 10,80,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. വിദേശ കളക്ഷനായി ആദ്യ ദിവസം 7 കോടിയാണ് കളക്ട് ചെയ്തതെങ്കിൽ രണ്ടാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച 5 കോടി റേഞ്ചിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 2 ദിവസം കൊണ്ട് വിദേശത്ത് 12 കോടി രൂപയും ഇന്ത്യയിൽ ഏകദേശം 11,80,00,000 റേഞ്ചിലും നേടിയെടുത്തിട്ടുണ്ട്. നിലവിൽ 2 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 23,80,00,000 റേഞ്ചിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ മൂന്നാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയിലെ കേരള പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 1.5 കോടി രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. നിലവിൽ ബുക്ക് മൈ ഷോയിലൂടെ മണിക്കൂറിൽ 5000-ലധികം ടിക്കറ്റാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഇപ്പോൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിച്ച് നവാഗതനായ ജിതിൻ കെ ജോസ് തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 5 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് കളങ്കാവൽ. ചിത്രം 15-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 26 ലക്ഷം രൂപയാണ്. 15 ദിവസം കൊണ്ട് 34,40,00,000 രൂപയാണ് ഈ സിനിമ കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. വേളയുടെ കളക്ഷൻ 81 കോടി റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നവംബർ 21 തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് എക്കോ. സന്ദീപ്, പ്രദീപ്, അശോകൻ, നരേൻ, വിനീത് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ദിഞ്ചത്ത് അയ്യത്താനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ സിനിമ 29-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരള കളക്ഷനായി നേടിയെടുത്തത് 2,70,70,000 രൂപയാണ്. ടോട്ടൽ 23,36,00,000 രൂപയാണ് 29 ദിവസത്തെ കേരള കളക്ഷൻ. ഈ സിനിമയുടെയും വേളയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഒന്നും സമീപ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടില്ല. എങ്കിലും 47-48 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. ഡിസംബർ 5 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് ദുരന്തർ. രൺവീർ സിംഗ് പ്രധാന വേഷത്തിലെത്തി ആദിത്യ ധർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ സിനിമ തന്നെയാണ് ബുക്ക് മൈ ഷോയിൽ നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. മണിക്കൂറിൽ 43,000 ടിക്കറ്റാണ് ഈ സിനിമയ്ക്ക് ഇന്നും വിൽപ്പന നടക്കുന്നത്. 15-ാം ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 16,60,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 3,66,00,000 രൂപയാണ് ഈ സിനിമയുടെ 15 ദിവസത്തെ കേരള കളക്ഷൻ. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 579,50,00,000 രൂപയും വിദേശ കളക്ഷനായി 160 കോടി രൂപയും ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. 15 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 739,50,00,000 രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. ജെയിംസ് കാമറൂണിന്റെ അവതാർ ഫയർ ആൻഡ് ആഷ് ഇന്നലെ തിയേറ്ററിലെത്തിയിരുന്നു. കേരളത്തിൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, മലയാളം എന്നിങ്ങനെ 4 ഭാഷകളുടെ പതിപ്പും എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സിനിമ 1,30,00,000 രൂപയാണ് കേരളത്തിൽ ഇന്നലെ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 20 കോടി രൂപയും ഗ്രോസ് കളക്ഷനായി 25 കോടി രൂപയും ആദ്യ ദിവസം ഇന്ത്യയിൽ നേടിയെടുത്തിട്ടുണ്ട്. $400 മില്യൺ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ $42 മില്യൺ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. ഡിസംബർ 12 വെള്ളിയാഴ്ച റീ റിലീസായി തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ഷോലൈ. ധർമ്മേന്ദ്ര, അമിതാഭ് ബച്ചൻ, ഹേമമാലിനി എന്നിവർ അഭിനയിച്ച് 1975 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ഈ സിനിമ രമേശ് സുപ്പിയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ സിനിമ ആദ്യ 7 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 3 ലക്ഷം രൂപയാണ്. 7 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 2,65,00,000 രൂപയുമാണ്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.